നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധമേഖങ്ങൾ വീണ്ടും കനക്കുകയാണ്. അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനിൽ ഭരണ പരിവർത്തന നീക്കങ്ങൾ നടത്തുകയാണെന്ന ആരോപണവുമായി ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗം രംഗത്തെത്തിയതോടെ ലോകരാഷ്ട്രീയത്തിൽ പുതിയ ആശങ്കകൾ ഉയരുകയാണ്. വെറും സൈനിക ഏറ്റുമുട്ടലല്ല ഇത്, മറിച്ചൊരു രാജ്യത്തിന്റെ ഭരണകൂടം തന്നെ അട്ടിമറിക്കാൻ ശ്രമമുണ്ടെന്ന ആരോപണം ഉയരുമ്പോൾ പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കൂടുതൽ അപകടകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന കാര്യം തീർച്ചയാണ്. ഇതിനോടകം തന്നെ യുദ്ധം, ഉപരോധം, സാമ്പത്തിക തകർച്ച, ജനകീയ പ്രതിഷേധങ്ങൾ എന്നിവ കൊണ്ട് വിറങ്ങലിച്ചിരിക്കുന്ന ഇറാൻ ഇപ്പോൾ അസ്തിത്വ പോരാട്ടം എന്ന വികാരത്തിലേക്കാണ് നീങ്ങുന്നത്. ഇറാനിൽ ഭരണകൂട അട്ടിമറി എന്ന ലക്ഷ്യം തന്നെയാണ് യുഎസിനും ഇസ്രയേലിനും ഇപ്പോഴും ഉള്ളതെന്ന് ആരോപിച്ചുകൊണ്ട് ഇറാന്റെ രഹസ്യാന്വേഷണ മന്ത്രാലയമാണ് രംഗത്തെത്തിയത്. ഇറാനിലെ ഭരണകൂടത്തെ താഴെയിറക്കുക, രാജ്യത്തെ വിഭജിക്കുക എന്നീ ലക്ഷ്യങ്ങൾ നേടാൻ ശത്രു മറ്റു മാർഗങ്ങൾ നോക്കുകയാണ്. ഈ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ അവർ അക്കാര്യം തുറന്നു പ്രഖ്യാപിച്ചതാണ്. പക്ഷേ സൈനിക നടപടിയിലൂടെ അവർക്ക് വിജയം നേടാനായില്ല എന്നും മന്ത്രാലയം തങ്ങളുടെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യയെയും ലോകത്താകെയും പ്രതിസന്ധിയിലാക്കി ഫെബ്രുവരി 28 തുടങ്ങിയ യുദ്ധം തീർക്കാനുള്ള കരാറിലെത്തുന്നത് സംബന്ധിച്ച് ഇറാനും യുഎസിനും ഇടയിൽ ആശയക്കുഴപ്പം തുടരവെയാണ് ഈ പ്രസ്താവന. ഇറാനുമേൽ സാമ്പത്തിക സമ്മർദ്ദം ശക്തമാക്കാൻ യുഎസും ഇസ്രയേലും ശ്രമിക്കുന്നതായി രഹസ്യാന്വേഷണ വിവരമുണ്ട്. രാജ്യത്ത് മതപരമായും വംശീയമായും വിഭജനം ഉണ്ടാക്കാനും അതുവഴി അട്ടിമറിയും ഭീകരപ്രവർത്തനങ്ങളും നടത്താനുമാണ് ശ്രമം. അതിനായി വിവിധ തരത്തിലുള്ള ആയുധങ്ങളും നിയമവിരുദ്ധമായ ആശയവിനിമയോപാധികളും വൻതോതിൽ കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. ഉപഗ്രഹം വഴി ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുന്ന സ്റ്റാർലിങ്ക് ഉപകരണങ്ങളാണ് അതിൽ പ്രധാനമെന്നും മന്ത്രാലയം പറഞ്ഞു. അതിനിടെ ഇറാനിലെ യുദ്ധം തീർക്കാനുള്ള സാധ്യതകൾ ചർച്ച ചെയ്യാൻ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മന്ത്രിസഭാ യോഗവും വിളിച്ചു ചേർത്തിരുന്നു. ഇറാനും തന്റെ ഭരണകൂടവും കരാറിനായുള്ള ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ചർച്ചകൾ ഇപ്പോഴും അനിശ്ചിതാവസ്ഥയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനും ഇറാന്റെ ആണവശേഷി ഇല്ലാതാക്കിയെന്ന വാദത്തിന് വിശ്വാസം നൽകാനും സഹായിക്കുന്ന ഒരു കരാറിലേക്ക് അടുത്തെന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതിലൂടെ യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിനോട് റിപ്പബ്ലിക്കന്മാർക്കിടയിൽ പോലുമുള്ള എതിർപ്പ് പരിഹരിക്കാനാകുമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ. കരാറുണ്ടാക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഏതാണ്ട് തീരുമാനമായെന്ന വാർത്തകൾ വന്നിരുന്നുവെങ്കിലും തിങ്കളാഴ്ച ഇറാന്റെ മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും മൈനുകൾ നിക്ഷേപിക്കുന്ന ബോട്ടുകളും യുഎസ് സൈന്യം ആക്രമിച്ചതോടെയാണ് പ്രതീക്ഷ അസ്ഥാനത്തായത്. ഇറാന്റെ ആരോപണങ്ങൾ വെറും രാഷ്ട്രീയ പ്രചരണം എന്ന് തള്ളിക്കളയാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ. അമേരിക്കൻ ഇസ്രയേൽ സഖ്യം ഇറാനിലെ ഭരണകൂടം ദുർബലമാണെന്നും ജനകീയ പ്രതിഷേധങ്ങളെ ഉപയോഗപ്പെടുത്തി ഭരണ പരിവർത്തനം സാധ്യമാക്കാമെന്നുമുള്ള വിലയിരുത്തലുകൾ നടത്തിയതായി വിവിധ അന്താരാഷ്ട്ര റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇറാനിൽ ഭരണ പരിവർത്തനം സംഭവിക്കുന്നത് മികച്ച കാര്യമാകുമെന്ന് മുൻപ് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പോലും ഇറാനിലെ ഭരണകൂടം തകരാനുള്ള ലക്ഷണങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മറിച്ച് യുദ്ധ സാഹചര്യം ഇറാനിലെ റവല്യൂഷണറി ഗാർഡിന്റെ സ്വാധീനം കൂടുതൽ ശക്തമാക്കുകയാണ് എന്നാണ് പുറത്തുവരുന്ന വിലയിരുത്തൽ. വിദേശ ഭീഷണി ഉയരുമ്പോൾ ജനങ്ങളിൽ ഒരു വിഭാഗം ഭരണകൂടത്തിന് പിന്നിൽ അണിനിരക്കുകയും ദേശീയ സുരക്ഷ എന്ന വികാരം കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഇതിന്റെ പ്രത്യാഘാതം അതീവ ഗുരുതരമാണ്. ഭരണപരിവർത്തന ശ്രമങ്ങൾ വിജയിക്കാത്ത പക്ഷം ഇറാൻ കൂടുതൽ ആക്രമണാത്മക നിലപാടിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ശക്തമാക്കാനും പശ്ചിമേഷ്യയിലെ സായുധ ഗ്രൂപ്പുകളെ കൂടുതൽ സജീവമാക്കാനും ഇറാൻ ശ്രമിക്കുമെന്ന ആശങ്ക ലോകശക്തികൾക്കുണ്ട്. അതോടെ ഈ സംഘർഷം വെറും അമേരിക്ക ഇറാൻ പ്രശ്നമായി നിൽക്കാതെ ആഗോള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങും. എണ്ണവില ഉയരുക, കടൽ ഗതാഗതം തകരുക, പശ്ചിമേഷ്യയിൽ പുതിയ അഭയാർത്ഥി പ്രതിസന്ധി രൂപപ്പെടുക തുടങ്ങിയ അപകടങ്ങളും മുന്നിലുണ്ട്. അതേസമയം ഇറാനിൽ നേരത്തെ ഉണ്ടായ വലിയ ജനകീയ പ്രതിഷേധങ്ങളും ഇന്റർനെറ്റ് നിയന്ത്രണങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ഭരണകൂടത്തിനെതിരായ അസന്തോഷം ശക്തമാണ് എന്ന് തെളിയിക്കുന്നവയാണ്. പക്ഷേ പുറത്തുനിന്നുള്ള ഇടപെടലിലൂടെ ഭരണപരിവർത്തനം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ സാധാരണ ജനങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാക്കുമെന്ന ആശങ്കയും അതേസമയം ശക്തമാണ്. അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ ചോദ്യം സമാധാന ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുമോ, അതോ ഭരണപരിവർത്തനം എന്ന പേരിൽ പശ്ചിമേഷ്യയെ മറ്റൊരു ദീർഘകാല യുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്നതാണ്. ലോകം ഇപ്പോൾ അതിന്റെ ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ്.